ന്യൂസ് ഓൺ റിപ്പോർട്ടർ. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വീണ്ടും വഴിവിട്ട നിയമനം. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജിയുടെ ഡയറക്ടർ തസ്തികയിലേക്ക് ലാബ് അസിസ്റ്റന്റിനെ നിയമിച്ചു. വെച്ചൂച്ചിറ പോളിടെക്നിക്കിലെ ഡെമോൺസ്ട്രേറ്റർ തസ്തികയിലുള്ള സിബി മുഹമ്മദിനാണ് നിയമനം ലഭിച്ചത്. പാഠഭാഗങ്ങളുടെ ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയ വിഭാഗമാണ് SIET. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകുന്നതും SIET ആണ്. ഗോപാൽ ഷീല സനൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോപാൽ, കൃത്യമായ മാനദണ്ഡങ്ങളും അതുപോലെ ഈ തസ്തികയിലേക്ക് വരുന്ന ആൾക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയും സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ ഇളവോ അട്ടിമറിയോ ഉണ്ടായിട്ടുണ്ടോ? ആ ആരോപണം തന്നെയാണ് മാധു ഉയരുന്നത്. കാരണം വിദ്യാഭ്യാസ മേഖലയിലെ നിയമനങ്ങളെ ചൊല്ലി വലിയ തരത്തിലേക്കുള്ള ആക്ഷേപങ്ങൾ ഉയരുന്ന ഘട്ടത്തിലാണ് SIET-യിലെ ഈ നിയമനം ഉണ്ടാകുന്നത്. SIET എന്ന് പറയുമ്പോൾ ആ പാഠഭാഗങ്ങളുടെ ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ തയ്യാറാക്കുന്നതിനും അധ്യാപകർക്കും ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഇതുമായി ബന്ധപ്പെട്ട പരിശീലനം നൽകുന്നതിനും വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് കീഴിലാണ് സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടന്നു പോകുന്നത്. ആ സ്ഥാപനത്തിൻ്റെ തലപ്പത്തേക്കാണ് ഒരു ലാബ് അസിസ്റ്റന്റിനെ നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. സംബന്ധിച്ച ഉത്തരവ് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി. വെച്ചൂച്ചിറ പോളിടെക്നിക്കിലെ ഡെമോൺസ്ട്രേറ്റർ ആയിട്ടുള്ള സിബി മുഹമ്മദിനാണ് ഈ സ്ഥാനത്തേക്ക് നിയമനം നൽകിയിരിക്കുന്നത്. ഈ നിയമനം നൽകിയതിന് പിന്നാലെ തന്നെ വലിയ തരത്തിലേക്ക് വിമർശനം ഉയരുകയാണ്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയെയും അതുപോലെ തന്നെ സാങ്കേതിക പരിജ്ഞാനത്തെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് ആക്ഷേപങ്ങൾ ഉയരുന്നത്. അതായത് വലിയ തരത്തിലേക്കുള്ള സാങ്കേതിക പരിജ്ഞാനവും ടെക്നോളജിയിലെ മികവും എല്ലാം വേണ്ട ഒരു തസ്തികയിലേക്കാണ് ഒരു ലാബ് അസിസ്റ്റന്റിന് ചുമതല നൽകിയിരിക്കുന്നത് എന്നതാണ് പ്രധാനമായും വിമർശനം ഉണ്ടാകുന്ന ഒരു കാരണം. അതുകൊണ്ട് തന്നെ SIET പ്രവർത്തനങ്ങൾ താളം തെറ്റുമെന്ന ആരോപണം പ്രതിപക്ഷ അധ്യാപക സംഘടനകളടക്കം മുന്നോട്ട് വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം SSK ഡയറക്ടർ സ്ഥാനത്തേക്ക് ഡോക്ടർ K മോഹൻകുമാറിനെ നിയമിച്ചപ്പോഴും സമാനമായി തന്നെ പല വിമർശനങ്ങളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് SIET-യിലെ നിയമനം ഉണ്ടാകുന്നത്. ഈ നിയമനത്തെ ചൊല്ലിയും വരും ദിവസങ്ങളിലും വിവാദം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ടതില്ല. ഗോപാൽ ഷീല സനലാണ് വിവരങ്ങൾ നൽകിയത്. SIET-യുടെ ഡയറക്ടർ തസ്തികയിലേക്ക് ഇപ്പോൾ ലാബ് അസിസ്റ്റന്റിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത്.